തുടങ്ങാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ഒരു അടുത്ത ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് വരുന്നത്, വേറൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അപ്പൊ പേഴ്സണാലിറ്റി, അതിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി. ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ലെക്ചർ. Okay, so starting with the meaning of personality. What do you mean by personality? Personality എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു വേർഡ് ആണ് അല്ലേ, പേഴ്സണാലിറ്റി. അയാളുടെ പേഴ്സണാലിറ്റി നല്ലതാണ്. സോ വാട്ട് ഈസ് ദിസ് പേഴ്സണാലിറ്റി? എന്താ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ദ യുണീക് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയേഴ്സ്, തോട്ട്സ് ആൻഡ് ഇമോഷണൽ പാറ്റേൺസ് that define how an individual consistently interacts with the world around them. അതായത് പറഞ്ഞു വരുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ, അതായത് ഒരു വ്യക്തിയുടെ എന്താണ് ബിഹേവിയർ എങ്ങനെയാണോ അത് ആ ഒരു ആള് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വല് ചുറ്റുമുള്ള ലോകവുമായിട്ട് ഇടപെടുന്നത്, അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അല്ലേ. ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കറിയാം അയാള് ഇങ്ങനെ ആയിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയാ ട്രേറ്റ്, ഒരു പേഴ്സന്റെ ആ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ്സ് എങ്ങനെയാണ്, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അയാൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം, അയാളുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അയാളെ എന്ത് ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് കണ്ടാൽ അവർക്ക് സന്തോഷം വരും എന്നുള്ളതിനെ എല്ലാം ഒരുമിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇറ്റ് എൻകോംപസസ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്സ്, ഹാബിറ്റ്സ്, ബിലീഫ്സ് ആൻഡ് വേ ഓഫ് റെസ്പോണ്ടിങ് ടു സിറ്റുവേഷൻസ്. അപ്പം ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതനുസരിച്ചാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഹാബിറ്റ്സ് ഉണ്ടാവുന്നത്, അയാള് ആറ്റിറ്റ്യൂഡ്സ്, അയാളുടെ എന്താ പറയാ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ബിഹേവിയർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ ഉണ്ടാവുന്നത്, ഇതെല്ലാം എന്തിന് ബേസ് ചെയ്തിട്ടാണ്, അയാളുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ പറയുന്നത് എന്താണ്, പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസസ് how individuals perceive and interpret events, how they behave in various situations and how they relate to others. ഇതെല്ലാം എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് how individuals perceive and interpret events, അതായത് മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അർത്ഥവത്താക്കുന്നു, അതെന്തിൽ ഡിപ്പെൻഡ് ചെയ്യും, പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഒരേ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം നടക്കുകയാണ്. ഇപ്പൊ ഒരു ടീച്ചർ ഒരു കുട്ടിയെ അടിക്കുകയാണ്. ഈ ഒരു ടീച്ചറെ കുട്ടിയെ അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സില് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മനസ്സില് ആ ഒരു സംഭവത്തെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു. ചിലർക്ക് തോന്നും എന്തിനാ കുട്ടിയെ അടിച്ചതെന്ന് തോന്നാം, അല്ലെങ്കിൽ ചിലർക്ക് തോന്നാം ടീച്ചർ കുട്ടിയെ നന്നാവാൻ വേണ്ടിയിട്ടാണ് അടിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നാം. അപ്പൊ ഈ രണ്ട് ചിന്തകൾ, ഇത് മാത്രമല്ല വേറെ ചിന്തകൾ വരാം, പക്ഷെ ഈ ഒരു രണ്ട് ചിന്തകളും ഓരോ വ്യക്തിക്കും വേറെ വേറെ ആയിട്ടാണ് വരിക അല്ലെ. അപ്പം അവർ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണോ, അവർ ഓരോ ഇവന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, അത് പിന്നെ ഒരു സിറ്റുവേഷനിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണ്, ഒരാൾ ഒരു സഹായം ചോദിച്ചു, ആ ഒരു സഹായത്തിനോട് നമ്മൾ എങ്ങനെ ചോദിച്ച സഹായത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നോ ചെയ്തു കൊടുക്കുന്നില്ലേ, ഇതെല്ലാം എന്തിൽ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒരു അയാളുടെ പേഴ്സണാലിറ്റിയെ റിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി എവിടെ നിന്നാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എവല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് ആദ്യം വരുന്നത് ഏൻഷ്യൻ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് തിയേറ്റേഴ്സിലാണ്. തിയേറ്റേഴ്സ് പറയുന്നത് അവിടെ എന്താ ഉണ്ടായിരുന്നത്, ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ആക്ടേഴ്സ് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് മാസ്കുകൾ ധരിച്ചിരുന്നു. അപ്പം ഈ ഒരു മാസ്കിനെയാണ് ആദ്യം അവരെന്ത് വിളിച്ചിരുന്നത്, പെർസോണ എന്ന പേരിൽ വിളിച്ചിരുന്നത്. The word personality originates from the Latin term persona, which refers to the mask worn by actors in ancient Roman and Greek theatres. These masks represent the characters or roles that actors portrayed on stage, allowing them to assume different personalities for each role. അപ്പം ഈ ഒരു മാസ്ക്, അതായത് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ആർട്ടിസ്റ്റ് തിയേറ്ററിൽ യൂസ് ചെയ്തിരുന്ന ഈ ഒരു മാസ്കിന്റെ പേരായിരുന്നു എന്ത്, അല്ലെങ്കിൽ മാസ്കിനെയാണ് അവർ പെർസോണ എന്ന് അല്ലെങ്കിൽ represent ചെയ്തിരുന്നത്. Over time, persona evolved to refer to the outward appearance or behavior that an individual presents to others. അപ്പം with time, അതായത് സമയം കടന്നു പോയപ്പോൾ ഈ ഒരു മാസ്കിന് നമ്മൾ കൊടുത്തിരുന്ന പേര് നമ്മൾ എന്തിനു കൊടുത്തു തുടങ്ങി, ഒരു ഇൻഡിവിജ്വലിന്റെ പുറമേ ഉള്ള പെരുമാറ്റത്തിന് കൊടുത്തു തുടങ്ങി. ഓക്കെ, ഔട്ട്വേർഡ് അപ്പിയറൻസിന് കൊടുത്തു തുടങ്ങി. By extension, personality came to describe not just a role or a mask, but unique combination of qualities and traits that make up an individual's identity. അപ്പം ഇത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി, പേഴ്സണാലിറ്റി എന്ന പദം ഒരു ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റീസിനെയും ട്രേറ്റ്സിനെയും എന്ത് ചെയ്യാൻ തുടങ്ങി, മെൻഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡായിട്ട് തുടങ്ങി. സോ അങ്ങനെയാണ് പേഴ്സണാലിറ്റി എന്ന വേർഡ് ഇവോൾവ് ചെയ്യുന്നത്.